ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജൂൺ മാസത്തിലാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ്സ് പുറത്തിറങ്ങിയിട്ടുള്ളത്. മൊത്തം 8 എപ്പിസോഡ്സാണ് സീസൺ 2 ഞാൻ 8 എപ്പിസോഡ്സും കണ്ടു തീർത്തിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 8 എപ്പിസോഡ്സ് ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ്സ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സീരീസൊക്കെ തിയേറ്ററിലോ ഐമാക്സിലോ റിലീസ് ചെയ്യേണ്ട ഒരു സീരീസാണ്. കാരണം ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഗംഭീര സാധനം ബ്രഹ്മാണ്ഡമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസിനെ പോലെ ഒരുപാട് സീസണുകൾ ഇല്ലെങ്കിൽ പോലും സീസൺ 4 വരെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ എന്ന് പറയുന്ന സീരീസിൽ കാണുകയുള്ളൂ. കാരണം ഇപ്പോൾ ക്രിയേറ്റർ കൺഫേം ചെയ്തിട്ടുണ്ട് 4ാം സീസൺ വരെ കാണത്തുള്ളൂ. അപ്പം 2029-28 ഈ സീസൺ അങ്ങ് അവസാനിക്കും. പക്ഷേ 2 സീസൺ ഇപ്പോൾ കഴിഞ്ഞു. 2 സീസണും അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള സീസൺ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്നതിലാണ് ഒറിജിനലായിട്ട് വാർ കിടക്കാൻ പോകുന്നത്. ഇതിൽ വാറില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ 8 എപ്പിസോഡ്സിലുള്ളതും 4ാമത്തെ എപ്പിസോഡ്സിലാണ് സത്യം പറഞ്ഞ് ശരിക്കുള്ള വാർ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ ഇഷ്ടം പോലെ ഡ്രാഗൺസിൻ്റെ ഫൈറ്റ്സ് ഈ എപ്പിസോഡ്സിലെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രാഗൺസും ഫൈറ്റ്സും നടക്കുന്നത് എപ്പിസോഡ് 4ാമത്തെ ഭാഗത്തിലാണ്. എനിക്ക് ആ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എയ്മൻ്റെ ഭാഗത്തുള്ള ആ ഡ്രാഗനാണ് എല്ലാം കാരണമാക്കിയത്. കാരണം എന്ന് വെച്ചാൽ തുടക്കം ഇട്ടത് അത് നല്ലൊരു ബെസ്റ്റ് വില്ലൻ ഡ്രാഗൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എയ്മിനെ പോലും ചില സമയത്ത് ആ ഡ്രാഗൻ അനുസരിക്കുന്നില്ല. കാരണം എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ഈ ഡ്രാഗൻ തന്നെ ഈ എയ്മിനെ തട്ടുമെന്ന് ചെറിയൊരു സംശയമുണ്ട്. പിന്നെ ഇവരുടെ ഭാഗത്ത്, പിന്നെ റെനേറിയുടെ ഭാഗത്തെന്ന് പറയുന്നത് അവരുടെ മകൻ നഷ്ട വിഷമത്തിൽ മാത്രമല്ല, അദ്ദേഹം അവരുടെ ക്ലാന് പ്രൊട്ടക്റ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ ആ ത്രോൺ കൈക്കലാക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. കാരണം അതിനു വേണ്ടി അവരും ഒരു വലിയൊരു ഡ്രാഗൺ, അതൊക്കെ രോമാഞ്ചിഫിക്കേഷൻ ഒരു ഡ്രാഗൺ, എന്തോ വീല് തുടങ്ങുന്ന ഒരു പേരാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ ആ ഡ്രാഗൺ വേറെ ലെവലും തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. ആ ഡ്രാഗൺ എന്ന് പറയുന്നത് അത്ര നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഡ്രാഗനാണത്. അപ്പം ഈ 2 കൂമ്പാരം വലിയ ഡ്രാഗൺസ് തമ്മിലുള്ള അടികൾ ഇനിയാണ് വരാൻ പോകുന്നത്. സത്യം പറഞ്ഞ അത്രയ്ക്ക് കിടിലുമായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സീസൺ 2 എപ്പിസോഡ് 4 നല്ല ആക്ഷൻ സീക്വൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കാരണം മറ്റൊന്നും മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇത്തുകൂടെ ഇഷ്ടപ്പെട്ടത് എപ്പിസോഡ് 4 മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സീരീസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുവരെയൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഇപ്പം നമ്മളെ ഈ 2 വർഷം കഴിഞ്ഞ ഒരു ഗ്യാപ്പൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല. 2 വർഷം കഴിഞ്ഞാണ് ഈ സീസൺ 2 ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ ഫ്ലോ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഡെയ്മൻ ട്രഗേറിൻ്റെ അദ്ദേഹം ആദ്യത്തെ ഒരു 3 എപ്പിസോഡ്സ് നല്ല തീ പോലെ വന്നിട്ട് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് എന്തോ മാനസിക സന്തോഷം സംഭവിച്ച് വീണ്ടും ഒരു 7-8ാമത്തെ എപ്പിസോഡിലാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ട്രാക്കിലൊക്കെ എത്തിയത്. അദ്ദേഹം ഒരു പവർഫുൾ ക്യാരക്ടർ എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. ഒരുപാട് ഡ്രാഗൺസിനെയൊക്കെ ഇവർ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഡ്രാഗൺസിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഈ സീസൺ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രാഗൺസിനെയൊക്കെ ചില ഡ്രാഗൺസ് ആണെങ്കിൽ ഇപ്പം അവരെ ഡ്രൈവറെയൊക്കെ കണ്ടുപിടിച്ച് പോകുന്ന ഒരു സീൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇൻട്രസ്റ്റ് പരമായിട്ട് തോന്നി. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് ഇനി വ്യക്തമായിട്ട് സീസൺ 3 പറയുന്നത്. പക്ഷേ ഗ്രീൻ വേഴ്സസ് ബ്ലാക്കിൽ സമമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ ഒരുപടി മിന്നിൽ ഇപ്പോൾ ഗ്രീനാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ മറ്റേ എയ്മൻ്റെ ഡ്രാഗനടുത്ത് കൂടെ. പക്ഷേ അവർ അറ്റാക്ക് തുടങ്ങിയിട്ടില്ല. എയ്മൻ്റെ ഡ്രാഗനടുത്ത് കൂടെ ഒരുപടി ഗ്രീൻ ഭാഗത്താണ് ഒരുപടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ എവരെ ഭാഗം സ്ട്രോങ് ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ട്രോങ് തന്നെയാണ് അത്യാവശ്യം. കാരണം ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇവർ അറ്റാക്ക് മോഡ് ഇനി എങ്ങനെയാണെന്ന് സീസൺ 3 4 അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം മികച്ച ഒരു എപ്പിസോഡ്സ് തന്നെ പറഞ്ഞിട്ടിരിക്കുന്ന ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 2 എന്ന് പറയുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ജിയോ സിനിമ വഴി കാണാൻ ശ്രമിക്കുക. എഴിച്ചിലൊന്നുമില്ല, ആക്ഷൻസ് ബ്രഹ്മാണ്ഡം തന്നെ എന്ന് പറഞ്ഞിട്ടിരിക്കും. ഒരു സംശയവുമില്ല. വൺ ഷോട്ടുകളൊക്കെ കിടിലുമാണ്. ഡ്രാഗൺസ് ഫൈറ്റിലൊക്കെ നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ട്രാക്കിലെത്തിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നതാണ് സീസൺ 2 എപ്പിസോഡ് 4 തന്നെയാണ്. കാരണം പിടിച്ചിരുത്തും. കാരണം അത്രയ്ക്കുള്ള ചെറിയൊരു ഇതൊക്കെ ഉറക്കക്ഷീണമൊക്കെ ഇങ്ങനെ വരുമെങ്കിൽ ഈ സംസാരം കേൾക്കുമ്പോഴും അത് മനസ്സിലാവുന്നവർക്ക് അതങ്ങനെ തോന്നത്തില്ല. പക്ഷെ എനിക്ക് ചിലർക്ക് മനസ്സിലാവാത്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സീസൺ 4 നല്ല പിടിച്ചിരുത്തും എന്തായാലും, അതെനിക്ക് ഉറപ്പാണ്. സീസൺ 1ഉം 2ഉം കുഴപ്പമില്ല, എപ്പിസോഡ് കുഴപ്പമില്ല. 3rd എത്തി ഡൗൺ ആയി പോയി. 4th എല്ലാത്തിനും പിടിച്ചിരുത്തുന്നത്. അതാണ് സത്യം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 2 കുറിച്ച് പറയാനുള്ളത്. ഇഷ്ടം പോലെ ഡ്രാഗൺസ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഡെയ്മൻ ട്രഗേറിയന്
അദ്ദേഹത്തിന് ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന ഒരു സംഭവം കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കുറച്ച് റെഫറൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം റനേറയുടെ കൂടെ നിൽക്കാൻ പോകുന്നത്. അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.